പ്രിയമുള്ള ഏറെ പ്രിയമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകരെ സഹായം ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏതാനും വാക്കുകളിൽ നമ്മുടെ പ്രിയനായകളെ സൂചിപ്പിക്കുകയുണ്ടായി. ചെറിയ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ ത്രിതല പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെല്ലാം ഈ യുദ്ധത്തിലെ പോരാളികൾ എന്നുള്ള നിലയിൽ ഏറെ സജീവമായി രംഗത്ത് നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ അധികാരത്തിൽ വന്ന് നമ്മുടെ പ്രാദേശിക വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട് എന്ന് നമുക്ക് അവർക്ക് പറയാം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേരിട്ടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റിവെക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സുന്ദരമായ ഒന്നാണ് എന്ന് നമുക്കെല്ലാം അറിയാം. കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വികസന പ്രവർത്തനം താഴോട്ട് ജനങ്ങളുടെ അടുത്ത് കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു സെമി ഫൈനൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. നാട്ടിൽ നടക്കുന്ന വികസനത്തെ കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഓരോ വാർഡിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ, നമ്മുടെ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ കണ്ണൂരിൽ തന്നെ നിരവധി കാര്യങ്ങൾ ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ പ്രദേശത്തുണ്ട്, നമ്മുടെ വാർഡിലുണ്ട്. ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനമായി ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ എല്ലാ മേഖലയിലും വമ്പിച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലകളോട് പരിശോധിച്ചാൽ നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആരോഗ്യരംഗത്ത് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ തൊട്ടടുത്തുള്ള ഈ നമ്മുടെ മുന്നിലുള്ള താലൂക്ക് ആശുപത്രി അടക്കം മുഴുവൻ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ചൂണ്ടിക്കാണിക്കാനാവാത്ത വിധത്തിലുള്ള വികസന മുന്നേറ്റമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. എല്ലാ മേഖലയിലും വിദ്യാഭ്യാസപരമായി, അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കാര്യത്തിൽ, ആളുകൾക്ക് കിടപ്പാടുണ്ടാക്കുന്ന കാര്യത്തിൽ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ പൊതുവായി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ, വ്യാവസായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം, പുതിയ യുവാക്കൾക്ക് യുവതികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നിരവധിയായ കർമ്മപദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി നമുക്ക് ജനങ്ങളോട് സംവദിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചെറിയ പഞ്ചായത്തിൽ
ഇപ്പോൾ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട്. ഇവിടെ നേരത്തെ ഉദ്ഘാടനം ചൂണ്ടിക്കാണിച്ചു 1 മണിക്കൂറിനകം നമ്മൾ കൺവെൻഷൻ അവസാനിപ്പിക്കും എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ദീർഘമായ രാഷ്ട്രീയ പ്രസംഗങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ ദിവസങ്ങൾ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ബ്ലോക്ക് കൗൺസിലുകൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ത്രിതല പഞ്ചായത്തുകൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും സഹോദരി സഹോദരന്മാരെയും അഭിവാദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു.